കഴിഞ്ഞ കുറേ ദിവസമായി ബ്രിട്ടനിൽ തുടരുന്ന കലാപം നിയന്ത്രിക്കാനാവാതെ വീണ്ടും പടരുകയാണ്. ഇന്നത്തെ ദിവസം 100 പ്രതിഷേധ പ്രകടനങ്ങൾ ആണ് ഈ തദ്ദേശീയരായ വലതുപക്ഷ രാഷ്ട്രീയ നേതാക്കന്മാർ ആഹ്വാനം ചെയ്തിരിക്കുന്നത് 100 ഇതിനെ എതിർക്കുന്നവർ 30 പ്രതിഷേധ റാലികളും ആഹ്വാനം ചെയ്തിട്ടുണ്ട്. അതുകൊണ്ട് തന്നെ പോലീസ് നിതാന്ത ജാഗ്രതയിലാണ്. കാരണം ബ്രിട്ടനെ പോലൊരു രാജ്യത്ത് ഇതുപോലുള്ള ലഹളകളൊന്നും അവർക്കത്ര പരിചിതമല്ല. നമ്മളുടെ ഇന്ത്യയിലും മറ്റുമൊക്കെ ആണെങ്കിൽ ലഹളകളും മറ്റുമൊക്കെ അമർച്ച ചെയ്ത് പോലീസിന് നല്ല പരിചയമുണ്ട്. ഏതായാലും ഇപ്പോൾ 6000 ലഹള അമർച്ച ചെയ്യാനുള്ള ട്രെയിനിങ് ലഭിച്ച പോലീസുകാരെ വിന്യസിച്ച് കഴിഞ്ഞിരിക്കുന്നു. കാരണം ബ്രിട്ടനെയൊക്കെ സംബന്ധിച്ച് ഇത്തരത്തിലുള്ള വ്യാപകമായ ലഹളയും കലാപവുമൊക്കെ അപൂർവമായി മാത്രം സംഭവിക്കുന്ന കാര്യങ്ങളാണ്. ഏതായാലും 39 എമിഗ്രേഷൻ കുടിയേറ്റക്കാർക്കെതിരെയാണ്. കാരണം കുടിയേറി വന്നവർ അവിടുത്തെ തദ്ദേശവാസികൾക്കെതിരെ നടത്തുന്ന അഴിഞ്ഞാട്ടം, ആ അഴിഞ്ഞാട്ടത്തിന് തടയിടാൻ തുടങ്ങിയ സമരമാണ്, പ്രതിഷേധമാണ് കലാപമായി മാറിയത്. 39 എമിഗ്രേഷൻ ഓഫീസുകളിലേക്ക് മാർച്ച് പ്രഖ്യാപിച്ചിട്ടുണ്ട്. ഈ കുടിയേറ്റക്കാരെ സഹായിക്കുന്ന ഈ എമിഗ്രേഷൻ ഓഫീസർമാരും ഒപ്പം തന്നെ ചില അഡ്വക്കേറ്റുമാരും ഒക്കെയാണ്. ഏതായാലും വലിയ രീതിയിലുള്ള കലാപം, വലിയ സംഘർഷം ബ്രിട്ടനെ പോലൊരു രാജ്യത്തൊക്കെ അത് ദിവസങ്ങളോളം തുടരുക എന്ന് പറഞ്ഞാൽ ചിന്തിക്കാൻ പോലും കഴിയുന്നതിന് അപ്പുറത്തേക്ക് മാറിയിരിക്കുന്നു. കുടിയേറിയവരുടെ അഹന്തയ്ക്ക് അഴിഞ്ഞാട്ടത്തിന് ചുട്ട മറുപടി. ഇപ്പോൾ ഇതാ കുടിയേറിയവരും സംഘടിച്ചു തുടങ്ങിയിരിക്കുന്നു. അവരും ഇന്ന് 30 ഇടങ്ങളിലേക്ക് റാലി ആഹ്വാനം നൽകിയിരിക്കുന്നു. ന്യൂസ് ഡെസ്ക് ന്യൂസ് ഇന്ത്യ മലയാളം.